എന്താണ് ഇത്? തലകാലബോധം ഇല്ലേ? വണ്ടി പിടിച്ചതല്ലോ. നിനക്ക് എന്താടാ ഒരു ചിന്ത? പഠിപ്പിക്കുന്ന വല്ല പെമ്പിളേരുമായി പ്രേമമായോ? തമാശ കള കുഞ്ഞാലിക്കുട്ടി. ഞാനിവിടെ കരയിൽ പിടിച്ചിട്ട് മീൻ പോലെ കിടന്ന് പിടയ്ക്കുക. പിടയ്ക്കും. പ്രായമായ പെമ്പിള്ളേർക്ക് ചെറുപ്പക്കാരായ സാറന്മാര് ട്യൂഷൻ എടുത്ത് തുടങ്ങിയ രണ്ടുപേർക്കും പെടപെട പുറപ്പാ. നാണക്കേട് ഉണ്ടാക്കി വെക്കരുത്. ഇവിടെ ജീവിക്കാനുള്ളതാ. ജീവിക്കണോ വേണ്ടയോന്നാ ഇപ്പൊ ആലോചിക്കുന്നത്. ട്യൂട്ടോറിയൽ നിർത്തി. ഇപ്പൊ പ്രേമലതയ്ക്ക് കല്യാണം. അതും കൂടി ആയപ്പോ ഞാൻ ആകെ തളർന്നു. ഇതാ ഞാൻ പറഞ്ഞത്, പ്രായമായ പെമ്പിള്ളേരുടെ മേൽ ആശ വെക്കരുതെന്ന്. എന്റെ നാവ് ചൊറിഞ്ഞു വരുന്നു. ഞാൻ എന്തെങ്കിലും വിളിച്ചു പറയും. ഇവിടെ പ്രേമലേതയുടെ ട്യൂഷൻ നിർത്തിയെന്ന്. ഓ സന്തോഷം. ആ ട്യൂട്ടോറിയൽ നിർത്തിയത് ഏതായാലും നന്നായി. ആ സ്ഥാപനം കൊണ്ട് അവിടുത്തെ അധ്യാപകർക്കോ വിദ്യാർത്ഥികൾക്കോ ഒരു പ്രയോജനവും ഇല്ല. എന്നെ പോലെ ബി.എഡും പഠിച്ച് ഒരു അധ്യാപകനാകാനുള്ള യോഗ്യത നേടിയവനാ നീയും. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ പരിഹസിക്കരുത്. ഈ വാദ്യാര് പണി എനിക്ക് പറ്റിയതല്ലെന്ന് നിനക്കറിയാവല്ലോ. എന്റെ പ്രാർത്ഥന പടച്ചോൻ കേട്ടു. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം കോയാമഞ്ചലിൽ കുഞ്ഞാലിക്കുട്ടിയുടെ ജീവിതാഭിലാഷം സഫലമാകാൻ പോകുന്നു. എന്റെ വിസ ശരിയായെന്നും പറഞ്ഞ് ദാ ബോംബെന്ന് ടെലിഗ്രാം വന്നു. ഇനി ഏറിയ 2-3 ദിവസം അതിനകം കുഞ്ഞാലിക്കുട്ടി ബോംബെന്നും പറക്കും. പറക്കും. അതിനെ ബാപ്പ സമ്മതിച്ചിട്ട് വേണ്ടേ? സമ്മതിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. മലപ്പുറം സ്കൂളിൽ ജോലി കിട്ടിയ ഗൾഫിൽ പോകാൻ സമ്മതിക്കില്ലെന്ന് ബാപ്പ. ഗൾഫിൽ നിന്ന് വിസ വന്ന മലപ്പുറത്തേക്കില്ലെന്ന് ഞാൻ. ഇപ്പൊ തോറ്റതാരാ? ബാപ്പ. അതങ്ങ് മനസ്സിൽ വെച്ചേച്ചാ മതി. ഞാൻ എന്തെങ്കിലും ഒന്ന് മോഹിച്ച പടച്ചോ അതേ നടത്തു. ഓ ബാപ്പയും മോനും കൂടി 1ഉം 2ഉം പറഞ്ഞ് ബാക്കുണ്ടാക്കണ്ട. പഞ്ചത്ത് പറഞ്ഞാ ഓൻ സമ്മതിക്കും. പിന്നെ സമ്മതിക്കാണ്ട് ഓ എന്റെ മോനാണ്ടി. ബാബാ നീ എവിടെ ആയിരുന്നടാ? അന്നെ കാണാഞ്ഞിട്ടാ ഷാഹുള്ള പറഞ്ഞ അയച്ചിരിക്കണ്ടായിരുന്നില്ലെങ്കിൽ. ടെലിഗ്രാം വന്നു. അതെങ്ങനെ നിനക്ക് കിട്ടി? പിന്നെ എനിക്കുള്ള ടെലിഗ്രാം എനിക്കല്ലേ കിട്ടുള്ളൂ. ഇവിടെ വന്നല്ലോ ഒരെണ്ണം. അതെന്തിന്? ഓ ചിലപ്പോ കിട്ടാണ്ടിരുന്നാലോ എന്ന് കരുതി രണ്ടിടത്തേക്ക് ടെലിഗ്രാം വിട്ടായിരിക്കും. ചിലപ്പോ ശരിയായിരിക്കും. ഇതിപ്പോ ഉടനെ പുറപ്പെടണമെന്നാണല്ലോ അവര് പറഞ്ഞിരിക്കുന്നത്. ഞാനൊരു ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടുമെന്ന് ശ്രമിച്ചാലോ? മലപ്പുറം വരെ പോയ എന്തിനാടാ ഫ്ലൈറ്റ്? മലപ്പുറത്തേക്കാ? ഞാൻ ബോംബെക്ക് പോകുന്ന കാര്യമോ പറയുന്നത്? ബോംബെയിലാ? നടക്കില്ല കുഞ്ഞാലി, നടക്കില്ല. സൂര്യ, ഞാൻ എന്ത് തീരുമാനിച്ചോ അതിവിടെ നടക്കണം. അന്റെ മോനോട് പറഞ്ഞു കൊടുക്ക്. കാത്തിരുന്ന് വന്ന വിസയാണിത്. ഇത് വന്നില്ലായിരുന്നെങ്കിൽ മലപ്പുറത്തേക്കോ മഞ്ചേരിയിലേക്കോ പൊന്നാനിയിലേക്കോ എവിടെ വേണമെങ്കിലും പോകായിരുന്നു. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി. ബാബാക്ക് ബുദ്ധി ഉപദേശിക്കാൻ വളർന്നിട്ടില്ല. പറഞ്ഞു കൊടുക്കണേ സൂര്യ. ഞാനും ഹാജിയാരും തമ്മിലുള്ള ബന്ധം ഇന്നും ഇന്നലെയും തുടങ്ങിയത്. ഹാജിയാരോ മൊല്ലാക്കയോ ആരാവശ്യപ്പെട്ടാലും ഞാൻ ഗൾഫിലേക്കേ പോകുന്നുള്ളൂ. അപ്പൊ എന്റെ വാക്കിന് ഈ വീട്ടിൽ ഒരു വിലയില്ല അല്ലേ? ചോദിക്കണേ സൂര്യ. അപ്പൊ എന്റെ ആഗ്രഹങ്ങൾക്ക് ഈ വീട്ടിൽ ഒരു വിലയില്ല. അത് ചോദിക്കാത്ത ഇപ്പൊ തന്നെ ചോദിക്കും. തർക്കുത്തരം പറഞ്ഞാലുണ്ടല്ലേ പെടലിക്ക് പിടിച്ച് പുറത്താക്കും. പറഞ്ഞേക്കും. സ്കൂളിൽ പോയ ഇഷ്ടമില്ലെങ്കിൽ വേണ്ട. തടിക്കച്ചോളം നോക്കി ഇവിടെ തന്നെ കഴിഞ്ഞാ പോരെ. എന്നാ പിന്നെ ബാപ്പാട് ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ എന്ന് ഞാൻ പറയുന്നു. വിചാരിക്കണ്ട. ഇതിനൊരു തീരുമാനം ഉമ്മ ഉണ്ടാക്കണം. പടച്ചോനെ പറഞ്ഞു കൊടുക്കടി. എന്ത്? ആ മമ്മദ് കുട്ടിയുടെ മകൻ ഷാഗുല് ബാപ്പാനെ ധിക്കരിച്ചിട്ട് ദുബായി പോയി. എന്നിട്ട് എന്തായി? അവിടെ കിടന്ന് വയ്യത്തായി. ആ വയ്യത്ത് കാണാനെങ്കിലും ഒത്തായി നാട്ടുകാർക്ക്. അതുപോട്ടെ ആ ഐത്രോസിന്റെ കാര്യം തന്നെ എടുക്ക്. ഒരേ ഒരു മോനാണ് ഉണ്ടായിരുന്നത്. ബാപ്പാന്റെ മയ്യത്ത് കാണാൻ വന്നെത്താൻ പറ്റിയോ? ഓനെ ബാപ്പാക്ക് ഈ മയ്യത്ത് എന്നുള്ള ഒറ്റ വിചാരമുള്ളൂ. കുറെ കാലം മലപ്പുറത്ത് പോയി മാഷുവേല നോക്കി തിരിച്ചെത്തുമ്പോഴേക്കും പള്ളി വക ഒരു സ്കൂൾ കെട്ടാമെന്നാണ് നമ്മുടെ വിചാരം. അപ്പോഴാണ് ഓന്റെ ഒരു തുപ്പായി. ബാപ്പ പറയണതൊന്ന് അനുസരിക്കണ്ട മോനെ എന്ന് മാത്രം പറയല്ലേ ഉമ്മ. അവസാനമായിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ബാപ്പായെ ധിക്കരിച്ച് മോൻ ദുബായിക്ക് പോയി എന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുത്. എന്റെ റബ്ബേ. ഈ കാര്യത്തിൽ നിന്റെ ബാപ്പയുടെ പക്ഷത്താ ഞാൻ. മലപ്പുറത്തേക്ക് പോവുക, അതേ നിവൃത്തിയുള്ളൂ. സ്വന്തം നാട്ടിൽ പഠിച്ച തൊഴിൽ കിട്ടിയത് കളഞ്ഞിട്ട് എണ്ണപ്പാടത്ത് പോയി കിടന്ന് വിയർപ്പൊഴിക്കേണ്ട വല്ല കാര്യമുണ്ട്? മതി. നിന്റെ ഉപദേശം കൂടെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അതുമായി. നല്ല ബുദ്ധി വല്ലതും തോന്നെങ്കിൽ പറ. അതിനാ നിന്നോട് ചോദിച്ചത്. ഇതാ ദൈവത്തിന്റെ ഓരോ കളിയെന്നൊക്കെ പറയുന്നത്. എന്റെ ഗതികേട് നീ ഒന്ന് നോക്കും. ട്യൂട്ടോറിയൽ നിർത്തും. ഉണ്ടായിരുന്ന ട്യൂഷനും പോയി. നിനക്കോ കിട്ടിയപ്പോ 2 കയ്യിൽ. അതാ ഇപ്പൊ കുരുക്കായത്. 2 ദിവസം മുമ്പ് ഈ ടെലിഗ്രാം വന്നിരുന്നെങ്കിൽ ബാപ്പയുടെ ഉടക്കം ഒഴിവാക്കാമായിരുന്നു. ബാപ്പയോട് പിണങ്ങേണ്ടി വന്നാലും ശരി, ഞാൻ ഗൾഫിലൊക്കെ പോകുന്നുള്ളൂ. എന്നാ പിന്നെ ബാപ്പയോട് പറഞ്ഞ് ആ ജോലി എനിക്ക് വാങ്ങിച്ചാൽ. ബാപ്പയുടെ സുഹൃത്തല്ലേ ഹാജിയാര്, നീ പറഞ്ഞാൽ നടക്കും. നീ എന്താ ആലോചിക്കുന്നത്? ആരോടും പറയാതെ നിനക്കെങ്ങനെ ഈ ജോലി വാങ്ങിച്ചു തരുമെന്നാ ഞാൻ ആലോചിക്കുന്നത്. അതെങ്ങനെ? എനിക്ക് ഏതായാലും ഗൾഫിൽ പോയേ പറ്റൂ. നിനക്കാണെങ്കിൽ ഒരു ജോലിയും വേണം. ഞാൻ ആലോചിച്ചിട്ട് ഒറ്റ വഴിയെ കാണുന്നുള്ളൂ.
നീ കുഞ്ഞാലിക്കുട്ടിയായി മലപ്പുറം സ്കൂളിലേക്ക് പോകുന്നു. ആ, ജോനകപ്പറമ്പിൽ ജിതേന്ദ്രവർമ്മ കോയാമൻസിലിൽ കുഞ്ഞാലിക്കുട്ടിയായി മലപ്പുറം ഹാജിയാരുടെ സ്കൂളിൽ ജോയിൻ ചെയ്യുന്നു. നിനക്ക് ഭ്രാന്തുണ്ടോ? ആൾമാറാട്ടത്തിനുള്ള ശിക്ഷ എന്താണെന്ന് അറിയോ? 5-6 കൊല്ലം ജയിലിലിടും, അല്ലാതെ തൂക്കി കൊല്ലൊന്നുമില്ലല്ലോ. ആ, എടാ ഹാജിയാർ എന്നത് ഇത്ര ഉള്ളപ്പോഴും മറ്റേ കണ്ടിട്ടുള്ളൂ. അന്ന് എനിക്കൊരു 2-3 വയസ്സ് കാണും. അന്ന് കണ്ട ആ പീക്കിരി ചെറുക്കൻ ഇപ്പൊ വളർന്ന് വലുതായി ബി എഡ് ഒക്കെ പാസ്സായി എന്നറിയാന്നല്ലാതെ ഈ കുളത്തിൽ ഹാജിയാർ എന്നെ കണ്ടിട്ടില്ല. അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് ഒരു കള്ളക്കളി, അത്രേ ഉള്ളൂ. എന്നെ കൊണ്ടാവില്ല. ആ, ഇതാ നിനക്ക് ഒരു ജോലിയും കിട്ടാത്തത്. എടാ, നിനക്ക് നിന്റെ പെങ്ങളെ കോളേജിൽ അയക്കണ്ടേ, നിന്റെ കുടുംബം നോക്കണ്ടേ? ഇതൊക്കെ എങ്ങനെ നടക്കും? കൂടിയ 2 മാസം. അതിനു മുമ്പ് എങ്ങനെയെങ്കിലും ഒരു വിസ ഒപ്പിച്ച് ഞാൻ നിന്നെ അക്കരയ്ക്ക് എത്തിക്കില്ലേ? ഒക്കെ ശരിയാ. നിന്റെ ബാപ്പ ഇതറിയുമ്പോ ദുബായിന്ന് വരിവരിയായി പണം ഇങ്ങെത്തുമ്പോ ബാപ്പയുടെ ചൂടൊക്കെ പമ്പ കിടക്കും. അതൊക്കെ പിന്നത്തെ കാര്യം. മകനെ കാണാൻ നിന്റെ ബാപ്പ സ്കൂളിലോട്ടാണ് കയറി വന്നാൽ അതൊക്കെ തരണം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നീ എന്തിനാണെന്ന് പറഞ്ഞ് നടക്കുന്നത്? റിസ്ക് എടുക്കാതെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റില്ല, അത് നീ മനസ്സിലാക്കണം. ജോജി, എന്റെ ഭാവി ഇപ്പൊ നിന്റെ കയ്യിലാണ്. നീ എന്നെ നിരാശപ്പെടുത്തരുത്. ഉടനെ ഒരു മറുപടി പറയണ്ട, ആലോചിച്ച് തീരുമാനം എടുത്താൽ മതി. കേട്ടോ അമ്മേ, രാജിയുടെ അമ്മ എന്നോട് ചോദിക്കുക പഠിച്ച എന്താകാനും ആഗ്രഹമെന്ന്. ഞാനും വിട്ടില്ല, ഗമയിൽ അങ്ങ് അടിച്ചു ഡോക്ടർ ആവണമെന്ന്. ബാപ്പ, ഉണ്ടണ്ട, ഈ എന്നോട് മിണ്ടണ്ട. ഈ എന്താണ് പറഞ്ഞിട്ട് പോയത്? ബാപ്പാനെ ധിക്കരിച്ച് മോൻ ദൂവാക്കി പോയി നാട്ടുകാരെ കൊണ്ട് പറയിക്കരുതെന്ന് അല്ലേ? പറയട്ട്, ചുമ്മാ പറയട്ട്. പോയിക്കോ, ദുബായിലോ ആഫ്രിക്കയിലോ എവിടെ വേണോ പോയിക്കോ. പിന്നെ ഈ പടി കയറരുത്. നമ്മൾ നിന്റെ ബാപ്പയും അല്ല, ഇങ്ങനെ ഒരു ഓനും ചമക്കില്ല. ബാപ്പ, ഉണ്ടണ്ട. ഉമ്മ, എന്തിനാ ഇനി അനുസരണക്കേട് കാണിക്കാനാ? ഇയ്യ കാരണം ഒരു വെളിവില്ലാണ്ട് നടക്കുകയാണ് എന്റെ പാപ്പ. ഉമ്മ, നിങ്ങളെങ്കിലും ഞാൻ പറയുന്നു ഒന്ന് കേക്ക്. ഉമ്മയല്ല, പടച്ചോം എന്ന് പറഞ്ഞാലും ശരി, ബാപ്പാന്റെ സമ്മതത്തോടു കൂടി നിന്റെ മോൻ ദുബായിൽ പോവില്ല. അത് തന്നെ ഞാനും പറയണത്. ബാപ്പാന്റെ സമ്മതം ഇല്ലാണ്ട് കുഞ്ഞാലിക്കുട്ടി ദുബായി പോണില്ല. അതെ ബാപ്പ, ബാപ്പാന്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ. ഞാൻ മലപ്പുറത്തേക്ക് പോകുന്നുള്ളൂ മാഷായിട്ട്. ആലോചിച്ച് നോക്കിയപ്പോ എനിക്കും തോന്നി ബാപ്പ പറയുന്നതാണ് ശരിയെന്ന്. ഇപ്പൊ സന്തോഷമായില്ലേ? ഞാൻ ആ പെട്ടിയൊക്കെ എടുത്തൊന്ന് ശരിയാക്കി വെക്കട്ടെ. ഇനി മയ്യത്ത് കാണാൻ പറ്റുമോ എന്നുള്ള ബേജാറ് വേണ്ട. ഇപ്പൊ എങ്ങനെയുണ്ട്? ഓ എന്റെ മോനാണ്ടി. ദേവു, ആ ബാഗിങ് എടുക്കുമ്പോളെ. ഏത് കൂട്ടുകാരനെ ഏട്ടന് ജോലി ശരിയാക്കിയത്? അത് നിനക്ക് പറഞ്ഞാൽ അറിയില്ല. പണ്ട് ഞങ്ങൾ 10ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചതാ. മോനെ, മാഷായിട്ട് തന്നെയാണോടാ? ഒന്നും പറഞ്ഞിട്ടില്ലമ്മേ. ചെല്ലട്ടെ, കിട്ടണത് ചെയ്യും. അവിടെ ചെന്നാലും അടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ പോയി കുളിച്ചു തൊഴണേ. ശരിയമ്മ. അത് പിന്നെ ഏട്ടനോട് പ്രത്യേകം പറയണം അമ്മേ. ദിവസം ഒരു തവണയെങ്കിലും അമ്പലം കണ്ടില്ലെങ്കിൽ ഏട്ടന് ഉറക്കം വരുമോ? ഓടിയാസത്തെ, ദൈവത്തിന്റെ കാരുണ്യം കൊണ്ട് എങ്ങനെയെങ്കിലും കഴിഞ്ഞു പോകുന്നത്. ദേവു കൂട്ടുകാരിയോട് പറഞ്ഞോളൂ കോളേജിൽ വരുന്നുണ്ടെന്ന്. അമ്മയെ മരുന്ന് കഴിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ വരട്ടെ. എന്നാ പിന്നെ ഇറങ്ങുക, സമയായി. സ്റ്റാൻഡ് വരെ ഞാനും വരാൻ കുഞ്ഞേ. വേണ്ട മാവ. ഞാൻ വരാത്തതിൽ ആജിയാര് ചിലപ്പോ ഗർവിക്കുമായിരിക്കും. ഇവിടുത്തെ നേരമില്ലായ്മ നീ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ബസ് പോരെ, ഞാൻ പോട്ടെ. ഒരാൾ കയറാനുണ്ട്. അടിമില്ലേക്ക് എടാ കുഞ്ഞാലി, നീ എന്തിനാ മൂത്രപ്പുരം ആൾക്ക് കഴിക്കുന്നത്? ബാപ്പ പോയി, നീ വാ. ബാപ്പാടെ വന്നു വിട്ടിട്ട് ദുബായി പോകുന്നത് പാട്. സത്യം പറഞ്ഞ എനിക്കിപ്പോഴേ നെഞ്ചെടുപ്പ് തുടങ്ങും. അതെന്തിന്? ചേട്ടാ, നീ ഇപ്പോഴേ ഇങ്ങനെ തുടങ്ങിയാൽ ഞാൻ എന്ത് സമാധാനത്തിൽ പോവും? എടാ, നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു ശുഭാപ്തി വിശ്വാസം വേണം, ആത്മധൈര്യം, മനക്കട്ടി. മനസ്സിലായോ? എന്റെ ഭഗവതി രക്ഷിക്കണേ. എന്താ വിളിച്ചത്? ഭഗവതി. ഓ പടച്ചോനെ, ഇവൻ കുളവാക്കും. എടാ റബ്ബേന്ന് വിളിയടാ. റബ്ബേ. ബുദ്ധിപൂർവ്വം കളിച്ച എത്ര കാലം വേണമെങ്കിലും നിനക്ക് അവിടെ നിൽക്കാം. അപ്പൊ ഇത് പെർമനന്റ് ആക്കാനാ നിന്റെ പ്ലാൻ?
എന്നാ ഈ പരിപാടി ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. നീ ചൂടാകാതെ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എന്താണെന്ന് വെച്ചാ നീ പറ. ആദ്യം നീ ബാഗ് തൂക്ക്, എന്നിട്ട് പറയാം. ആദ്യം പറ, പിന്നെ തൂക്കാം. വെയിറ്റ് കൂടുതലാണ്, ഞാൻ എടുത്തോളാം. ഇവിടെ ഞങ്ങൾ മുറിച്ചു വന്നോളാം. പോ, ഹെൽപ്പ് ചെയ്യാന്ന് വെച്ചാൽ എവിടുന്ന് വരും? നീ ബാഗ് തൂക്ക്. നീ ബഹളം വെക്കാതെ. ഞാൻ അവിടെ ചെന്ന് 2 മാസം, ഓൺലി 2 months. അതിനു മുമ്പ് നിന്റെ വിസയും എത്തും. കുഞ്ഞാലിക്കുട്ടിയാണ് പറയുന്നത്. മാഷുമാർക്ക് അവിടെ നല്ല ഡിമാൻഡാന്നാ കേട്ടത്. ആ അതിനുള്ള വിസ നീ ഒപ്പിച്ചാ. ആ, ഇൻഷാ അല്ലാ നിന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. ദാ, ഇത് പിടിക്കും. ഇതെന്താ വിസയാണ്? അല്ലടാ, ഇത് എന്റെ ബാപ്പയ്ക്ക് ഞാൻ എഴുതുന്ന കത്തുകളാ. നീ അവിടെ ചെന്ന് ആഴ്ചയിൽ 1 വീതം മലപ്പുറത്ത് നിന്ന് ബാപ്പയ്ക്ക് പോസ്റ്റ് ചെയ്യണം. ഇത് 2 മാസത്തേക്കുള്ള കത്തുകളുണ്ട്. ഇത് തീരുന്നതിന് മുമ്പ് നിന്റെ വിസ വരും. മനസ്സിലായില്ലേ? ആ, എനിക്കുള്ള ട്രെയിന് സമയമായി. നീ ആ 10:30 മലപ്പുറം ബസ്സിൽ പോയിക്കോ. പറഞ്ഞെല്ലാം ഓർമ്മയുണ്ടല്ലോ? ഡ്രസ്സെല്ലാം എടുത്തിട്ടുണ്ടല്ലോ? ഹാജിയാർക്ക് ഒരു സംശയവും തോന്നരുത്. ഇന്നു മുതൽ നീ ജോനകപ്പറമ്പിൽ ജിതേന്ദ്രവർമ്മയല്ല, കോയാ മൻസിലിൽ കുഞ്ഞാലിക്കുട്ടി. ആരാ? കോയാ മനസ്സിൽ കുഞ്ഞാലി. കോയാ മൻസിലിൽ കുഞ്ഞാലിക്കുട്ടിക്ക് എന്തിനാടാ ഈ ചന്ദനക്കുറി? നീ ധൈര്യമായിട്ട് പോ. ജോജി, എന്താ? ഓ, ജോജിയല്ല, കോയാ മനസ്സിൽ കുഞ്ഞാലിക്കുട്ടി. സ്കൂളും ഹാജിയാരെയും കാണുമ്പോ നിന്റെ മനസ്സ് പതറരുത്. ധൈര്യമായി ഇടത്തേക്കാലം വെച്ച് മുന്നോട്ട് പോടാ. അല്ല ഹിമാറെ, എന്ത് ധൈര്യത്തിന്മേടാ സ്കൂൾ ഫണ്ടിൽ തവണ മോട്ടിച്ച് പറ. അന്റെ ബാപ്പാന്റെ സമ്പാദ്യം കൊണ്ടുണ്ടാക്കി അല്ല ഈ സ്കൂള്. ഒരബദ്ധം പറ്റിപ്പോയതാ. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നമ്മുടെ കുട്ടിയല്ലേ. വേണ്ട മാഷേ, മരുമോനല്ല മയ്യത്താ നമ്മുടെ ബാപ്പയായാലും ശരി, കള്ളം കാണിച്ചാൽ നമ്മൾ പൊറുക്കൂല. ഈ സ്കൂളിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ഇല്ലാത്ത ഒഴിവുണ്ടാക്കി അനക്കിവിടെ ജോലി എന്നത് തെണ്ടിത്തിരിഞ്ഞിരുന്ന കുടുംബത്തിന് മാനക്കേട് ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ടാണ്. പോയിന്റ് കണ്ണ മുമ്പേന്ന് മാഷേ, സ്കൂൾ ഫണ്ടിൽ നിന്ന് പണം കട്ടവന്റെ പേരിൽ എന്ത് നടപടിയാണ് എടുക്കേണ്ടത്? അത് നിങ്ങൾ അവന്റെ പേരിൽ എടുത്തോളി. എല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കട്ടെ. എന്താ ചോദിച്ചത് കേട്ടില്ലേ? ഞാൻ കുഞ്ഞാലിക്കുട്ടി, പുതിയ മാഷായിട്ട്. ആഹാ, നമ്മുടെ കോയ സാഹിബിന്റെ മോനാ. എന്താ ഈ വേഷത്തില്? മോൻ വലിയ പുരോഗമനക്കാരനാണെന്നാണല്ലോ കോയ സാഹിബ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പിന്നെ എന്താ ഈ കോലത്തില്? വെറുതെ അല്ല എന്നെ കണ്ടിട്ട് പെട്ടെന്ന് പിടികിട്ടാഞ്ഞത്. ഈ സ്കൂളിൽ മാഷായിട്ട് വരുമ്പോ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് നിയമമൊന്നുമില്ല. ഈ വേഷത്തിന്റെ ആവശ്യവുമില്ല. ഇസ്ലാമാണെന്ന് വിളിച്ചറിയിക്കേണ്ട കാര്യവുമില്ല. വാ. കുഞ്ഞാലിക്കുട്ടി അങ്ങനെ ഈ ഡ്രസ്സിന്റെ കാര്യത്തിൽ തടി തപ്പി. BA-ക്ക് നല്ല മാർക്കുണ്ടല്ലോ. പിന്നെന്താ BA-ന് കുറഞ്ഞു പോയത്? ആ സമയത്ത് തടിമില്ലിന്റെ ചുമതല എനിക്കായിരുന്നു. നല്ലത്. പ്രായമായ മക്കള് ബാപ്പാനെ സഹായിക്കും. ഉദ്യോഗമൊന്നും കിട്ടിയില്ലെങ്കിലും സ്വന്തമായൊരു തൊഴിൽ വരികയാവുമല്ലോ. അനക്ക് 2-2.5 വയസ്സുള്ളപ്പോ നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ട്. അന്ന് എനക്ക് കുറെ കൂടെ നിറമുണ്ടായിരുന്നു. എന്റെ മോൻ സലീമും നീയും ഒരേ പ്രായക്കാരാ. പടച്ചോനോനെ നേരത്തെ അങ്ങ് വിളിച്ച് ബാപ്പ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ആ, കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ, ഏതായാലും നാളെ വെള്ളിയാഴ്ചയല്ലേ, നല്ല ദിവസമാണ്. ജുമാ പിരിഞ്ഞതിന് ശേഷം ജോയിൻ ചെയ്തു. ശരി. താമസം നമ്മുടെ വീട്ടിൽ തന്നെ ആവാം. പള്ളിയുടെ അടുത്താ വീട്. പള്ളിയിൽ പോയി വരാനും എളുപ്പം. പ്രൈവറ്റ് ആയിട്ട് MA എഴുതണം. അതുകൊണ്ട് പുറത്തെവിടെയെങ്കിലും താമസിച്ചാൽ. എന്റെ ബാപ്പാന്റെ സ്വഭാവം ഇങ്ങനെ തന്നെയാ. ആരെയും ബുദ്ധിമുട്ടിപ്പിക്കില്ല. എന്റെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ. ആ മാഷേ, ഇത് ഞാൻ പറഞ്ഞില്ലേ, കുഞ്ഞാലിക്കുട്ടി, പുതിയ മാഷ്. ഇത് മുകുന്ദൻ മേനോൻ, ഹെഡ് മാസ്റ്റർ. നമസ്കാരം. ആ, മാഷന്മാർക്ക് താമസിക്കാൻ സ്കൂളിന്റെ വക ഒരു വീടുണ്ട്. അവിടെ ഇപ്പൊ അലിയാര് മാസ്റ്റർ മാത്രമല്ലേ ഉള്ളൂ? അതെ. തൽക്കാലം അവിടെ ആക്കിയാലേ താമസം. ശരി. ഈ പൂട്ടിയിട്ടിരിക്കുന്ന മുറിയാണ് ലൈബ്രറി. നമ്മൾ പറഞ്ഞു വന്നത് ആചാര് പറഞ്ഞതാ. പിണങ്ങിയാ ഞെക്കിക്കൊല്ലും, ഇണങ്ങിയാ നക്കിക്കൊല്ലും. അതാ സ്വഭാവം. അപ്പൊ രണ്ടായാലും മരണം തീർച്ചയാണോ? അങ്ങനെയല്ല,
ആത്മാർത്ഥത കാണിച്ച ചങ്ക് പറിച്ചു തരുന്നു പറയായിരുന്നു. അതുകൊണ്ടല്ലേ മൂപ്പര് വിരലൊന്ന് ചോദിച്ചാൽ മതി ഈ നാട്ടുകാർ മുഴുവനും കൂടെ നിൽക്കും. പാവങ്ങളോട് ഇത്രയും കരുണയുള്ള ഒരു മനുഷ്യനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഉം. ചുമ്മാ ഉം. പാവപ്പെട്ട ഒരു യുവാവ് ജീവിക്കാൻ മറ്റു വഴിയൊന്നും കാണാഞ്ഞ് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് ഒരു കള്ളത്തരം കാണിച്ചു എന്നറിഞ്ഞ ഹാജിയാരങ്ങ് ക്ഷമിക്കുമല്ലേ? ക്ഷമിക്കും. പക്ഷെ തല കാണില്ല എന്ന് മാത്രം. പിന്നെ ഒപ്പത്തിനൊപ്പം നിൽക്കാൻ ഈ നാട്ടിലൊരു കൂട്ടരുണ്ട്, കുറുപ്പത്ത് വീട്ടുകാർ. ഹാജിയാരുമായിട്ട് വലിയ ശത്രുതയില്ല. ഈ രണ്ടു കൂട്ടരോടും നേരക്ക് നേരെ ഒന്ന് സംസാരിക്കാൻ ചങ്കുറപ്പുള്ള ഒരേ ഒരാളെ ഈ നാട്ടിലുള്ളൂ. അതാരാ? എന്താ? ഈ ഞാൻ. ഓ, ഡിസിപ്ലിൻ ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് നോക്കും. അതെന്റെ ഒരു വീക്ക്നെസ് ആണ്. അച്ചടക്കവും ആത്മാർത്ഥവും ഇല്ലാത്ത ഒരിടത്തും വിദ്യാഭ്യാസത്തിന് വേരോടാൻ പറ്റില്ലെന്നാണ് ഞാൻ പറയുന്നത്. ഈ അച്ചടക്കത്തിൽ ഭംഗം വരുത്തുന്നത് ആരായാലും ഞാൻ മുഖം നോക്കാതെ ശിക്ഷ നടത്താം. അതും എന്റെ ഒരു വീക്ക്നെസ് ആണ്. അയ്യോ, കള്ളൻ, കള്ളൻ, കള്ളൻ. അത് കള്ളനല്ല, ഹെഡ് മാസ്റ്റർ ആണ്. എന്തായി കാണിക്കുന്നത്? ഞാൻ ഹൈ ജമ്പിന് പ്രാക്ടീസ് ചെയ്യായിരുന്നു. ഇന്നലെ തനിക്കൊരു മെമ്മോ വരുന്നുണ്ട്, ഒരു ഷോ കോസ്റ്റ് നോട്ടീസ്. സമാധാനം പറയണം. അത്രേ ഉള്ളൂ. സ്വതന്ത്ര ഭാരതത്തിൽ ഒരു സാധാരണ പൗരൻ മതിൽ ചാടുന്നത് കുറ്റകരമാണെന്ന് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലോ ഒരു അധ്യാപകൻ മതിൽ ചാടി സ്കൂളിലേക്ക് വരുന്നത് തെറ്റാണെന്ന് ടീച്ചേഴ്സ് മാനുവലിലോ പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെന്താ ചാടിയാല്? മാഷാണല്ലേ? അതെ, എങ്ങനെ മനസ്സിലായി? നല്ല ഡിസിപ്ലിൻ. അതാ ഹെഡ് മാസ്റ്ററുടെ പ്രത്യേകത. ഏത് സ്ഥാപനത്തിനും ചീത്തപ്പേരുണ്ടാക്കാൻ കച്ച കെട്ടി നടക്കുന്ന ചില ചെറ്റകളുണ്ടാവും. ഉം. ഇവിടെയുണ്ട്. അതാ ഈ അവതാരം. ചെറ്റയോ? ഒരു സ്കൂളിന്റെ പുരോഗതിയെ മാത്രം ലക്ഷ്യമാക്കി നിസ്വാർത്ഥ സേവനം നടത്തുന്ന ഒരു അധ്യാപകനെ പ്രകോപനപരമായ യാതൊരു കാരണവുമില്ലാതെ ഒരു ഹെഡ് മാസ്റ്റർ ചെറ്റ എന്ന് വിളിക്കുന്ന തെറ്റാണെന്ന് ടീച്ചേഴ്സ് മാനുവൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ കംപ്ലൈന്റ് ചെയ്യും. ഞാൻ ഇപ്പൊ തന്നെ കംപ്ലൈന്റ് ചെയ്യും. പോയി ചെയ്യ്. ലേറ്റായി ശിക്ഷ നടപ്പാക്കാൻ കാത്തിരിപ്പുണ്ട് ഹാജിയാര്. ഇല്ല മാഷെ, ഞാൻ ചെറ്റയാണെങ്കിലും ചെറ്റത്തരമില്ലാത്തൊരു ഹൃദയം എനിക്കുണ്ട്. ഇത് ഞാൻ കംപ്ലൈന്റ് ചെയ്യില്ല. അള്ളാഹ് complaint ചെയ്യില്ല. ചെയ്യില്ല. കൊള്ളാം. മാഷന്മാരുടെ ഡിസിപ്ലിൻ ഇതാണെങ്കിൽ കുട്ടികളുടെ ഗതി എന്തായിരിക്കും? ഇതാരെ ഈ അത്ര ചോടക്കാരൻ? അത്രല്ല, അധ്യാപകനാ. അല്ലോ, പുതിയ മലയാളം മാഷ കുഞ്ഞാലിക്കുട്ടി. സലാമുണ്ട്. കൊള്ളാം. അരങ്ങേറ്റം അസലായി. സഹപ്രവർത്തന്റെ കാല് വാരിക്കൊണ്ട് തന്നെ വേണം. ഇത് ഡ്രില്ല്. അലിയാർ സ്വദേശം കൂത്തുപറമ്പ്. മാഷ പറഞ്ഞ കേട്ടല്ലോ. ഈ സ്ഥാപനത്തിൽ ഒരൊറ്റ ചെറ്റ മതി, രണ്ടെണ്ണം വേണ്ട. ഇന്നു മുതൽ മാഷ അലിയാരുടെ കൂടെ താമസം. ഇവിടെ താമസം അത് മാഷ് തീരുമാനിച്ചാ മതിയോ? ഇത് എന്റെ തീരുമാനമല്ല, ഹാജിയാരുടെ തീരുമാനമാ. ഹാജിയാരുടെ ഓരോ തീരുമാനങ്ങള്. വളരെ സന്തോഷം. എന്നാ ഇപ്പൊ തന്നെ വീട്ടിലോട്ട് പോവാം. മാഷിന് ക്ലാസ് എടുക്കണ്ടേ? ക്ലാസ് കൈ വിടറോ? ഒരു ക്ലാസ് എടുക്ക്. അതെ, ക്ലാസ് എടുക്കാം. ഇതാണ് വീട്. എങ്ങനുണ്ട്? കൊള്ളാം. നല്ല സൗകര്യമുള്ള വീട്, എനിക്കിഷ്ടമായി. എന്നാ ഹാജിയാരോട് ഇതങ്ങ് എഴുതി തരാൻ പറയാം. മാഷ മുറിയാൻ കാണിച്ചത്. തമാശ പറഞ്ഞ പിടിച്ചില്ല. ഇതാണ് ഇവിടുത്തെ ഏറ്റവും നല്ല മുറി. നല്ല കാറ്റ്, വെളിച്ചം, പോരെങ്കിൽ അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. ഇവിടെയാണ് ഞാൻ ഡെയിലി എക്സസൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് മാഷക്ക് ഞാൻ ഈ മുറി തരൂല. ആ മുറി മാഷക്ക് ഇഷ്ടാവും. മനസ്സിലിരിപ്പുള്ള ഈ കാണുന്ന ജനാലകൾ തുറന്നിട്ടാ കാണാം കണ്ണത്താത്ത ദൂരത്ത് പാടശേഖരങ്ങൾ. രാത്രിയിൽ നേർത്ത നിലാവെളിച്ചം. മനസ്സിന് പ്രയാസം തോന്നുമ്പോഴൊക്കെ ഞാൻ ഈ ജനാലകൾ തുറന്നിട്ട് അകലങ്ങളിലേക്ക് നോക്കി നിൽക്കും. ദുഃഖങ്ങളെല്ലാം ഓടി മറിയും. പിന്നെ പ്രകൃതിയും ഞാനും മാത്രമാകും. ദാ നോക്കു മാഷേ. അല്ല, വയലില്ലെങ്കിലും വെയിലുണ്ടല്ലോ. അതുകൊണ്ട് ഈ മുറി ഞാൻ മാഷക്ക് തരൂല്ല. മാഷയുടെ മുറി ഞാൻ കാണിച്ചു തരാം. ദാ ഇതാണ് മാഷയുടെ മുറി. ഏകാന്തതയുടെ മാഷേ, കൂടുതൽ വർണ്ണന വേണ്ട, ഞാൻ തന്നെ കയറി നോക്കിക്കോളൂ. അയ്യേ, ഇത് റൂമാണോ? മനുഷ്യരെങ്ങനെ ഇതിനകത്ത് ഉറങ്ങും? അതുകൊണ്ടല്ലേ മാഷക്ക് വന്ന്. അവിടെ മുഴുവൻ ചെലന്തി വിലയാണ്. അതെ. ലൈറ്റ് ഇല്ല, ഇല്ല, ഫാൻ ഇല്ല. ഓ അവിടെ കൈതാൻ ഫാൻ. ഹാജിയോട് പറ കിടക്കാവർ AC ഫിറ്റ് ചെയ്ത് തരാൻ. 300 രൂപ ശമ്പളക്കാരെ AC യിലേ കിടന്ന് ഉറങ്ങും. ഇയാളാരാ, ഹൈദരാബാദ് നൈസാമോ?